കൊല്ലം മൺട്രോത്തുരുത്തിൽ മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തി. മൺട്രോത്തുരുത്ത് പേഴും തുരുത്തിൽ വെച്ച് മത്സ്യത്തൊഴിലാളികളുടെ വലയിലാണ് തലയോട്ടി കുടുങ്ങിയത്. തലയോട്ടി കാണപ്പെട്ടത് മൺട്രോത്തുരുത്ത് പേഴുംതുരുത്ത് വാട്ടിലെ ഇടച്ചാൽ പാലത്തിന് താഴെ കായലിനോട് ചേർന്ന ഭാഗത്താണ് കാണപ്പെട്ടത്. കണ്ട് പോയി പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇത് തലയോട്ടിയാണെന്ന് ബോധ്യപ്പെട്ട് ഈശ്വരയുടെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയും എസ്ഐയും പോലീസ് എത്തി അത് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ശാസ്താംകോട്ട മോർച്ചറിയിൽ ഇപ്പൊ സൂക്ഷിക്കുകയാണ്. അവിടുന്ന് പാരിപ്പള്ളിയിലേക്ക് മോർച്ചറി കൊണ്ടുപോയി മറ്റു നടപടിക്രമത്തിലേക്ക് പോകുന്നതാണ് അറിയപ്പെട്ടത്. വിവരങ്ങളുമായി കണ്ണൻ നായർ ചേർന്നു. കണ്ണൻ നായർ, എന്താണ് ഇതിന്റെ തുടർ നടപടികൾ ഇനി? ഈ പ്രദേശത്ത് കാണാതായ ആൾക്കാരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് സംഭവം. മൺട്രോത്തുരുത്തിൽ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ വൈകുന്നേരങ്ങളിൽ കാറ്റുകൊള്ളാനൊക്കെ വന്നിരിക്കുകയും അതുമാത്രമല്ല മത്സ്യത്തൊഴിലാളികൾ രാത്രിയിൽ വല വീശാനൊക്കെ വരുന്ന സമയമാണ്. അങ്ങനെയാണ് ഈ വലയിൽ തലയോട്ടി കുടുങ്ങിയത്. ഉടൻ തന്നെ കിഴക്കേക്കരയുടെ പോലീസിൽ വിവരം അറിയിച്ച് പോലീസ് എത്തി പരിശോധിച്ചു. അതിനുശേഷം ശാസ്താംകോട്ട ആശുപത്രിയിലേക്ക് ഈ തലയോട്ടി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് പാരിപ്പള്ളിയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ ഇത് ആരുടേതാണെന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. പ്രദേശത്ത് കാണാതായ ആൾക്കാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രാഥമികമായി നടത്തുന്നത്. നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടില്ല. ഇത് കായലായതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വന്നാണോ നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ശരി, കണ്ണൻ നായരാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. കൊല്ലത്തെ മൺട്രോത്തുരുത്തിനടുത്ത് നിന്നാണ് ഇത്തരത്തിൽ തലയോട്ടി കണ്ടെത്തിയത്.